അസ്സലാമു അലൈക്കും പ്രിയ സഹോദരങ്ങളെ, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കാര്യം ഉണർത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വളരെയധികം ഗൗരവത്തോടു കൂടെ ഞാൻ പറയുന്ന കാര്യങ്ങളെ വിലയിരുത്തി ചിന്തിച്ച് പ്രാവർത്തികമാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പോയാൽ അതിലൊരു കാര്യമല്ല. പലരും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് അവരെ പുരയിലെ വർത്തമാനവും പിന്നെ അവരെ ഭക്ഷണവും പിന്നെ പരൻ്റെ വലിപ്പം ഇതൊക്കെ കാണിച്ചു കൊണ്ട് ഇങ്ങനെ ജനങ്ങൾക്ക് അരോചകമായി തോന്നുന്ന കാര്യങ്ങൾ ഈ വീഡിയോയിലിട്ട് കണ്ട് കുറച്ച് കോമാളിത്തരം കാണിച്ചാൽ അത് കേൾക്കാൻ കുറേ ആൾക്കാരുണ്ടാവും. കാര്യങ്ങൾ പറയുന്നത് മനസ്സിലാക്കാൻ ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. ഈ പശ്ചാത്തലത്തിൽ ഞാൻ പറയാൻ പോകുന്നത്, നമ്മളൊക്കെ വിലയിരുത്തി ചിന്തിക്കുക നമ്മളുടെ പോക്ക് എങ്ങോട്ടാണെന്ന്. നമ്മൾ ഇവിടെ ജനിച്ചിട്ട് എത്ര കാലമായി? നമ്മൾ ചെറിയൊരു ജീവിതമാണ് ഈ ദുനിയാവിലുള്ളൂ. ഏറി വന്നാലും 60 70 ഒക്കെ, ചിലർ 80 90 100ൻ്റെ കീപ്പ് 100ൻ്റെ മേലെ പോകണത് വളരെ കുറവാണ്. എന്നാൽ ഈ ചിന്ത ആർക്കുമില്ല, ഭരണകർത്താക്കൾക്കുമില്ല, ഭരണീയർക്കുമില്ല. എന്താണെന്ന് വെച്ചാൽ പരസ്പരം അങ്ങോട്ടും കുറ്റപ്പെടുത്തി ഈ ആക്ഷേപിച്ച് തൻ്റെ ജനങ്ങളെ, ഒരു നാട്ടിലുള്ള ജനങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് നമ്മൾക്ക് കുറച്ചൊരു പ്രതാപം വന്നാൽ ഒരു കിബർ മനുഷ്യനൊക്കെ പിടിപെട്ടിട്ടുണ്ട്. 90% ആളുകൾക്കും എന്തെങ്കിലും ഒരു അനുഗ്രഹം ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതൊന്നും നീങ്ങിപ്പോകില്ലാന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മളെ യുവത്വം നീങ്ങിപ്പോകരുത്. യുവത്വം വില കൊടുത്ത് വാങ്ങാൻ കിട്ടുമെങ്കിൽ ഇവിടെ ഈ കോടീശ്വരന്മാരൊക്കെ എത്രയോ കാലം ജീവിക്കും. പക്ഷെ അത് നടക്കൂലല്ലോ. ഈ ജീവിക്കുന്ന ചെറിയ ജീവിതത്തിൽ നമ്മളെന്ത് ചെയ്യണം? ആരോടും വിദ്വേഷമില്ലാതെ, ആരെയും പറയിപ്പിക്കാതെ, അവൻ്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരാൾക്കും ഒരു വേദന ഉണ്ടാക്കുന്ന കാര്യം ആരും ചെയ്യരുത്. രാഷ്ട്രീയത്തിലായാലും ചെയ്യരുത്, മതത്തിലായാലും ചെയ്യരുത്. ഉറങ്ങിക്കിടക്കുന്ന വ്യക്തികളെ പച്ചക്ക് അരിഞ്ഞു കൊന്ന രാജ്യമാണ് നമ്മുടെ നാട്. ഇതിൽ ആനന്ദം കാണുക. നിങ്ങൾ ആലോചിക്കുകയാണ്, ഈ പിശാചല്ലേ ചെയ്യുന്നത്. നമ്മളെ കയ്യോ ഒരാളെ മേത്തങ്ങ് സംഭവിക്കുമ്പോൾ എൻ്റെയൊക്കെ അവസ്ഥ പറയണം. ഒരാളത് ജാതി മതഭേദമന്യേ ഒരാളെ അടിക്കാൻ, ഒരാളെ വേദനിപ്പിക്കാൻ നമ്മളെ മനസ്സിന് എന്തോ ഒരു വിഷമമായിരിക്കും. അത്യാവശ്യം ഒരു നല്ല പക്വതയുള്ള ആളുകളാണെങ്കിൽ ഒരാളോടും അമർഷം ഉണ്ടാകാൻ പാടില്ല. കാരണം എന്താണ്? നമ്മളും ജീവിക്കണം, അവരും ജീവിക്കണം, ജീവിച്ച് പോയിക്കോട്ടെ. കാരണം ഈ ദുനിയാവിൽ എല്ലാവരും ശ്വാസതല്ലല്ലോ. ശ്വാസതാണെങ്കിൽ നമ്മൾക്ക് ഇതൊക്കെ എന്തേനി നടക്കേനി, എല്ലാവരും ജീവിക്കട്ടെ. അവർക്ക് നിങ്ങളാലോചിക്കുകയാണ്, ഈ നമ്മൾ ദാരിദ്ര്യമായി ജീവിക്കുന്ന എത്ര ആൾക്കാരുണ്ട്. അവരെ തിരിഞ്ഞു നോക്കാൻ ആളുകളില്ല. നമ്മൾ പള്ളികളും അമ്പലങ്ങളും ഒക്കെ ഇങ്ങനെ കെട്ടിപ്പൊക്കുക. ഈ പാവപ്പെട്ടവരെ തിരിഞ്ഞു നോക്കിയിട്ട് അവർക്കൊരു നേരം ഭക്ഷണം കൊടുത്താൽ അവർക്ക് എന്തോ സന്തോഷമായിരിക്കും. നമ്മളതല്ല ചെയ്യണത്. നമ്മൾ ചെയ്യുന്നത് നമ്മളെ കാര്യം, സ്വന്തം കാര്യം നോക്കിയിട്ട് നമ്മൾക്ക് ഉണ്ടാക്കണം. ഏത് കോടീശ്വരന്മാരും പിന്നെയും ഉണ്ടാക്കണം എന്നാണല്ലോ. അത് മാത്രമല്ല, സാധുക്കളെ സഹായിക്കാൻ ഇവിടെ ഒരാളുമില്ല. കോടീശ്വരന്മാരെ പോലെ വലിയ അംബാനിമാരെ സഹായിക്കാൻ ഇവിടെ എല്ലാവരും ഉണ്ട്. അല്ലാത്തവർ ഈ ജാതി മതം നോക്കിയിട്ട് എന്താണ് മറ്റുള്ളവരെ ചവിട്ടി താഴ്ത്താൻ നോക്കുന്ന ആളുകൾ എത്ര ഉണ്ട് നമ്മുടെ ഈ ഇന്ത്യയിൽ. ഇതൊക്കെ നമ്മൾ നിർത്തണ്ടേ? കാരണം എന്താണ്? നമ്മളൊക്കെ മരിക്കണ്ട, എല്ലാവരും മരിക്കുമല്ലോ. നമ്മളീ വിദ്യാസം, എന്താണ് വിദ്യാസം? പണ്ട് കാലത്താരോ എന്തൊക്കെ ചെയ്തു പോയിട്ടുണ്ട്, അത് ചെയ്തു പോയിട്ടുണ്ട് എന്നുള്ള ഊഹാപോഹങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ എന്താക്കുക, നമ്മൾ മനുഷ്യന്മാരെ തമ്മിലടിപ്പിക്കാനുള്ള ഒരവസ്ഥ ഇനി ഉണ്ടാക്കി തീർക്കുക. ഇന്ന് കഴിഞ്ഞു അത്രയുള്ള എല്ലാവരുടെ സ്ഥിതി അതന്നെ. ഒരു വേദന വന്നാൽ തീർന്നു. അതിൽ ഇന്ന ആൾ, ഒരു ജാതി മത ഭേദമന്യേ എല്ലാവരും അതിൽ കണക്കാ. മരണത്തിൽ ഒരാളെ കൊന്നവനും മരിക്കും. ഒരാളെ കൊന്നുകിട്ടുക. എന്നാൽ ഇത് അവൻ്റെ മരണത്തിൽ ആനന്ദിക്കുന്ന ആൾ, ഇവന് നാളെ കഴിയാൻ പോകുന്നത് അതല്ല, അവസ്ഥ അതല്ലേ. നമ്മളൊക്കെ കണക്കാക്കിയ ഭക്ഷണം വെള്ളം കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോകും. അത് ചിലപ്പോൾ മറ്റുള്ളവരെ കൈക്കൊണ്ടായിരിക്കും. ഈ നമ്മളെ കൈ
ഈ കൈ ശുദ്ധമാകണം. മരിക്കണത് വരെ എല്ലാവരും കൈ ശുദ്ധമാവണം. അതിന് നമ്മുടെ ബുദ്ധിയിൽ എന്ത് ചെയ്യരുത്, വർഗീയത കയറ്റരുത് ആരും. എല്ലാ വ്യക്തികളും, ഞാൻ കേൾക്കുന്ന എല്ലാ വ്യക്തികളും ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെ കാര്യം, നമ്മളെ കൂട്ടുകുടുംബത്തിൻ്റെ കാര്യം, നമ്മളെ അയൽവാസികളുടെ കാര്യം, ജാതി മത ഭേദമന്യേ എല്ലാവരും ഇവിടെ വളരുന്നവരാണല്ലോ. എല്ലാവർക്കും നന്മ മാത്രം ഉദ്ദേശിക്കണം. എന്നാലാണ് ഇവിടെ എന്താണ് സാമ്പത്തികമായിട്ടും അല്ലാതെയും പുരോഗമനം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ മരടിക്കും, നമ്മളെ ബുദ്ധി മരടിക്കും, നമ്മളെ ശരീരം മരടിക്കും, നമ്മളെ ഭരണം മരടിക്കും, ഒക്കെ മരടിക്കും. നമ്മൾക്കൊരു വിജയസ്ഥാനം, ഒരു ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയില്ല. കാരണം എന്താ, നമ്മൾക്കുള്ളത് മറ്റവനെ ശരിയാക്കണം എന്നുള്ള ഒറ്റ ചിന്തയായാൽ, അല്ലെങ്കിൽ അവനോടുള്ള ദേഷ്യം ആരാവട്ടെ, സാമ്പത്തികമുള്ളവനില്ലാത്തവരെ സഹായിക്കുക. അത് ജാതിയോ മതമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ജീവിച്ചു പോയാൽ അവരെ കാലാകാലം സ്മരിക്കപ്പെടും. വിഡ്ഢികൾ മരിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അവർ മരിച്ചവരാണ്. വിവരസ്ഥന്മാർ അവർ മരിച്ചാലും ജീവിച്ചിരിക്കുന്നവരാണ്. നമുക്കറിയാമല്ലോ, എത്ര മഹാന്മാരെ നമ്മൾ ഓർക്കുന്നു. ഇവരൊക്കെ മരിച്ചു പോയിട്ട് കൊല്ലങ്ങളോളായാലും ഇപ്പോഴും അവരെ സ്മരിക്കണം. എന്തുകൊണ്ടാണ്? അവർ വിഡ്ഢികളല്ലാത്തത് കൊണ്ട്. ആളറിയപ്പെടുക രണ്ട് നിലക്കും, ഒന്ന് നന്മ കൊണ്ടും മറ്റൊന്ന് തിന്മ കൊണ്ടും. ഒരാൾ അങ്ങാടിയിലൂടെ മോശമായിട്ട് നടന്നാൽ അവനറിയപ്പെടും. അതുപോലെ നല്ലത് ചെയ്താലും അറിയപ്പെടും. നന്മ ചെയ്തുകൊണ്ട് നമ്മൾ അറിയപ്പെടണം. അതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അപ്പം വ്യത്യാസങ്ങളില്ലാതെ, പകകളില്ലാതെ, മറ്റുള്ളവരെ ചവിട്ടിത്താഴ്ത്താതെ, രാഷ്ട്രീയത്തിൻ്റെ പേരിലോ മതത്തിൻ്റെ പേരിലോ നമ്മളൊക്കെ കുറഞ്ഞ കാലം ജീവിക്കുള്ളൂ. 1000 കൊല്ലം ജീവിച്ച ആളുകളൊക്കെ ആയിരുന്നു പഴയ കാലത്തുള്ള. നൂഹ് നബിൻ്റെ കാലത്തുള്ളവർക്ക് 1000 കൊല്ലമൊക്കെ ആയിരുന്നു ജീവിതം. നമ്മൾക്ക് 100 കടക്കുന്നവർ വളരെ കുറവല്ല, 100 വരെ എത്തണില്ലല്ലോ. അപ്പോൾ ഈ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരെയും വയസ്സ് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ ഇത്ര വയസ്സായില്ലേ, ഇനി ഇത്ര കാലമുണ്ട് നമ്മൾ ജീവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഉള്ള ജീവിതം, ഉള്ള കാലത്ത് നമ്മൾ നന്നായി ജീവിച്ച് ജനങ്ങളോട് നല്ലത് പറയിപ്പിക്കുന്ന ജീവിതമാക്കി നമ്മുടെ ജീവിതം മാറ്റണം. അതിന് നമ്മളെല്ലാവരും പ്രയത്നിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.